മാർത്ത ഒരമ്മയാകാൻ പോവുകയാണ്. അവൾ സന്തോഷത്തോടെയാണ് പ്രസവത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അവൾ വീട്ടിൽ തന്നെയാണ് പ്രസവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാർത്തയുടെ പാർട്ട്ണർ ഷോണും അവൾക്കൊപ്പമുണ്ട്. പക്ഷേ മാർത്ത തീരുമാനിച്ചിരുന്ന മിഡ്വൈഫ് അല്ല പ്രസവത്തിനായി വരുന്നത്. അത് ആദ്യം അവളെ അസ്വസ്ഥയാക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൾ അവരിൽ വിശ്വാസം അർപ്പിക്കുന്നു. മിഡ്വൈഫ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കിയ ശേഷം കുഞ്ഞ് ഹെൽത്തി ആണെന്ന് പറയുന്നു. ആകെ സന്തോഷമുള്ള അന്തരീക്ഷം. മാർത്തയ്ക്ക് വേദനയുണ്ടെങ്കിലും അവൾ എക്സൈറ്റഡ് ആണ്. പിന്നീട് നമ്മൾ കാണുന്നത് 23 മിനിറ്റ് ദൈർഘ്യമുള്ള സിംഗിൾ ഷോട്ട് ഡെലിവറി സീനാണ്. അതിനിടയിൽ മാർത്ത അവളുടെ സർവ്വശക്തിയും എടുത്ത് കുഞ്ഞിനെ പ്രസവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് മിഡ്വൈഫ് പറയുന്നു, കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ട്, ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ മാർത്തയോട് പ്രസവിക്കാൻ ആവശ്യപ്പെടുന്നു. മാർത്ത ശക്തിയോടെ ധൈര്യത്തോടെ കുഞ്ഞിന് ജന്മം നൽകുന്നു. അവൾക്കൊരു പെൺകുഞ്ഞാണ് പിറന്നത്. കരയുന്ന കുഞ്ഞിനെ അവൾ മാറോടണച്ച് സന്തോഷത്തോടെ കരയുന്നു. ഷോൺ അവളുടെയും മകളുടെയും ഫോട്ടോ എടുക്കുന്ന സമയത്ത് മിഡ്വൈഫിന് എന്തോ പ്രശ്നം തോന്നുകയും ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ മാർത്തയ്ക്ക് കുഞ്ഞിനെ എന്നേക്കുമായി നഷ്ടപ്പെടും. അതെ, അവളുടെ മകളുമായി ഈ ലോകത്ത് അവൾക്ക് ഒരു നിമിഷം മാത്രമാണ് ലഭിക്കുന്നത്. ഇനി മാർത്തയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് മകളുടെ മരണവുമായി പൊരുത്തപ്പെടുക എന്നത് മാത്രമാണ്. ആ ഓർമ്മയിൽ നിന്നും സങ്കടത്തിൽ നിന്നും മുക്തി നേടുക എന്നത് മാത്രം. അത് തന്നെയാണ് പീസസ് ഓഫ് എ വുമൺ എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ കോർണേൽ മന്ത്രൂസോ പറയാൻ ശ്രമിക്കുന്നത്. പ്രസവത്തോടെ ഒരു സ്ത്രീയുടെ ജീവിതം ആകെ മാറി മറയുകയാണ് ചെയ്യുന്നത്. അവളുടെ ശരീരത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. കുഞ്ഞ് മരണപ്പെട്ടു എന്ന് കരുതി മാർത്തയ്ക്ക് പോസ്റ്റ്മോർട്ടത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. അതെ, അമ്മയായാൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും അവളുടെ ശരീരത്തിനും സംഭവിക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ സംവിധായകൻ ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹൃദയത്തിൽ മകൾ നഷ്ടപ്പെട്ട വേദനയും അടക്കി അവൾ അവളുടെ ജീവിതം തുടരുന്നു. ജോലിക്ക് പോകുന്നു. ഒരു ഷോപ്പിൽ വെച്ച് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ മാർത്ത അറിയാതെ അവളെ നോക്കി പോകുന്ന ഒരു സീനുണ്ട് സിനിമയിൽ. അപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നും മുലപ്പാൽ വരികയാണ്. അതായത് മാർത്ത മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അവളുടെ ശരീരം വീണ്ടും വീണ്ടും ആ ട്രാജഡി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം മാത്രമല്ല, അവൾക്ക് ചുറ്റുമുള്ളവരും ഷോൺ അടക്കമുള്ളവർ അവളെ ആ ട്രാജഡിയിലൂടെ വീണ്ടും വീണ്ടും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് മരിച്ചാൽ അമ്മ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്ന സമൂഹത്തിന്റെ രീതികൾക്ക് വിപരീതമായാണ് മാർത്ത സിനിമയിലുടനീളം പെരുമാറുന്നത്. അവളുടെ അമ്മയും പാർട്ട്ണർ ഷോണും സഹോദരിയും എല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് സമൂഹം പറഞ്ഞു വെച്ച ആ രീതിയാണ്. എന്നാൽ മാർത്ത ശക്തമായി തന്നെ മൂവ് ഓൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സിനിമയിലുടനീളം മാർത്ത ആപ്പിൾ കഴിക്കുന്ന സീനുകളുണ്ട്. ആപ്പിളിന്റെ മണവും രുചിയും അവൾ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് സംവിധായകൻ സിനിമയുടെ അവസാനമാണ് പ്രേക്ഷകനോട് പറയുന്നത്. ആപ്പിൾ ഒരു മെറ്റഫറാണ്. കുഞ്ഞിന്റെ വിയോഗത്തെയും അമ്മയുടെ ട്രോമയെയും എല്ലാമാണ് ആപ്പിൾ സൂചിപ്പിക്കുന്നത്. പുതിയ പ്രതീക്ഷകളെയും ആപ്പിൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാർത്തയുടെ കോപ്പിംഗ് മെക്കാനിസമാണ് ആപ്പിൾ. മാർത്തയുടെ അമ്മയും പാർട്ട്ണറും ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ് മാർത്തയുടെ ചിന്തകൾ പോകുന്നത്. അവർ മിഡ്വൈഫിനെതിരെ കേസ് കൊടുക്കാൻ തുനിയുമ്പോൾ മാർത്തയ്ക്ക് അത് മനസ്സിലാകുന്നില്ല. അവളുടെ അമ്മയോട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇതിനെ നേരിടുന്നുണ്ടെന്ന്, പക്ഷേ ഇത് നിങ്ങളുടെ രീതിയിലല്ലെന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ എന്റെ രീതിയിലാണ് പോയിരുന്നതെങ്കിൽ നിന്റെ കയ്യിൽ ഇപ്പോൾ മകൾ ഉണ്ടായേനെ എന്ന്. അതിന് മാർത്തയ്ക്ക് മറുപടിയില്ല. പക്ഷേ അവൾ തകർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞിന്റെ മരണശേഷം മാർത്തയും പാർട്ട്ണർ ഷോണും തമ്മിലുള്ള ബന്ധത്തിനും വിള്ളൽ വീഴുന്നുണ്ട്. കുഞ്ഞിന്റെ മുറിയിൽ നിന്ന് സാധനങ്ങൾ മാറ്റുമ്പോൾ ഷോൺ അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ എന്റെ മകളെ ഇല്ലാതാക്കുന്നതെന്ന്. അപ്പോൾ മാർത്ത കുഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്. അവൾ യാഥാർത്ഥ്യത്തോട് പതിയെ പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ചുറ്റുമുള്ളവർ അത് ദുസ്സഹമാക്കുന്നു. അവസാനം അവൾ കേസ് കൊടുക്കാൻ തയ്യാറാവുകയും ട്രയൽ നേരിടുകയും ചെയ്യുന്നു. ട്രയൽ റൂമിൽ അവളെ കാത്തിരുന്നത് വലിയ ട്രോമയായിരുന്നു. മാർത്തയ്ക്ക് വീണ്ടും ആ ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. അവളുടെ പ്രസവവും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചതും കുഞ്ഞിന്റെ മരണവുമെല്ലാം വീണ്ടും വീണ്ടും അവൾ റീലിവ് ചെയ്യുന്നു. ഡിഫൻസ് ലോയർ അവളെ ക്രോസ് ചെയ്യുമ്പോൾ മാർത്തയോട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അപ്പോൾ ഒരു നിമിഷത്തേക്ക് നിശബ്ദയാകുന്നു. അയാൾ അവളോട് വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നത്, ഞാൻ എന്റെ കുഞ്ഞിന്റെ മുഖത്തേക്കാണ് നോക്കിയത്, അവളുടെ മണം ഒരു ആപ്പിളിൻ്റെതായിരുന്നു എന്നാണ്. സിനിമയിലുടനീളം മാർത്ത ആപ്പിൾ മണക്കുകയും കഴിക്കുകയും ചെയ്യുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. അവൾ അതിലൂടെ മകളെ ഓർക്കുകയാണ്. എന്നാൽ ആപ്പിളിന്റെ കുരു അവൾ നടാൻ തുടങ്ങുമ്പോൾ അവൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയൊരു തുടക്കമാണ്.
ട്രയലിനിടയിൽ ഒരു ബ്രേക്ക് ചോദിച്ച മാർത്ത പോകുന്നത് കുഞ്ഞിന്റെയും അവളുടെയും ഫോട്ടോ കളക്ട് ചെയ്യാനാണ്. സിനിമയിൽ മാർത്ത പൊട്ടിക്കരയുന്നത് അപ്പോൾ മാത്രമാണ്, ആ ഫോട്ടോ കാണുമ്പോൾ. അപ്പോൾ അവിടെ വെച്ച് അവൾ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. അത് കോടതിയിലെത്തി അവൾ എല്ലാവരോടുമായി പറയും. മിഡ്വൈഫിനെ ശിക്ഷിച്ചത് കൊണ്ടോ കോമ്പൻസേഷൻ കിട്ടിയത് കൊണ്ടോ എനിക്ക് എന്റെ മകളെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് മാർത്ത പറയുന്നത്. മാർത്തയ്ക്ക് അപ്പോഴാണ് ഒരു ക്ലോഷർ ലഭിക്കുന്നത്. അവൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഫോട്ടോ കണ്ടപ്പോഴാണ്. അതെ, കുഞ്ഞ് അവളെ വിട്ടുപോയി. എന്നാൽ തന്റെ ജീവിതം ഇനിയും മുന്നോട്ടുണ്ട്. അവളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്കത്തെ സംവിധായകൻ സിനിമയിൽ കാണിക്കുന്നതും ആപ്പിളിലൂടെയാണ്. അവൾ നട്ട ആപ്പിൾ കുരുക്കൾ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അവൾ പുതിയൊരു തുടക്കത്തിലേക്ക് നടന്നടുക്കുകയാണ്, പുതിയൊരു ജീവിതത്തിലേക്ക്. വെനീസ കിർബിയുടെ മാർത്ത വൾണറബിൾ ആണ്, അതോടൊപ്പം തന്നെ ശക്തയുമാണ്. അവൾ ജീവിതത്തിലെ ട്രോമയെ മറികടക്കാനാണ് ശ്രമിക്കുന്നത്. സമൂഹത്തിന്റെ രീതിയിലല്ല, അവളുടെ രീതിയിൽ. തന്റെ ശരീരവും പാർട്ട്ണറും അമ്മയും ആരും തന്നെ ഒപ്പമില്ലാതിരുന്നിട്ടും അവൾ അതിനെ നേരിടുന്നു, മുന്നോട്ടു പോകുന്നു. ആപ്പിൾ കുരുക്കൾ മുളച്ചതുപോലെ അവളും ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു.